നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലാണ്. ഗോവയിൽ മാപ്പുസ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സീബേർഡ് ട്രാവൽസിൻ്റെ വോൾവോ B11 ഗോവ, ബാംഗ്ലൂർ, ചെന്നൈ റൂട്ടിലുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഗോവയിൽ നിന്ന് ചെന്നൈയിലോട്ട് ട്രെയിൻ കാര്യങ്ങളില്ല, ആകെ ബസ് സർവീസുകളാണുള്ളത്. അതെല്ലാം ബാംഗ്ലൂർ ഒരു കണക്ഷൻ ബസ്സുകളാണുള്ളത്. അപ്പോൾ സീബേർഡിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിയാണ് ഗോവ, ബാംഗ്ലൂർ, ചെന്നൈ ഒരു ബസ് ഓടുന്നുണ്ട്, വോൾവോ B11 ഐഷിഫ്റ്റ് വൈറ്റ് കളർ വണ്ടിയില്ലേ. അപ്പോൾ ആ ബസ്സിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ മാപ്പുസ ബസ് സ്റ്റാൻഡിലാണുള്ളത്. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സമയം 6:15 അത് ബസ് 8 മണിക്കാണ് കേട്ടോ ഇവിടെ ഡിപ്പാർച്ചർ ടൈം. ഞാൻ ഈ സമയത്ത് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ആ വണ്ടികളൊക്കെ ഒന്ന് കാണിച്ചിട്ട് കേട്ടോ. ഗിർക്കന്ത് എന്ന് പറഞ്ഞാൽ ഈ മുംബൈയിലുള്ള ഒരു വലിയൊരു മുംബൈ ആണെന്ന് തോന്നി ഇവർ ബേസ്ഡ്. അവിടെ നിന്ന് ഒരുപാട് കോൺട്രാക്ട് കാരേജ് വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ലൈലാൻഡ് സ്ലീപ്പർ ബസ്സുകളും ഇപ്പോൾ ഗോവ സീസൺ ആണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഒരുപാട് ബസ്സുകൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ലൈലാൻഡ്, ടാറ്റ, പല ടൈപ്പ് സ്ലീപ്പർ ബസ്സുകൾ, AC നോൺ AC ബസ് ഉണ്ട്. കർണാടക RTCൻ്റെ ഒരു ബസ്സാണ്, NWRTCനാട്ടോ ആണെന്ന് തോന്നുന്നുണ്ടോ, നോർത്ത് വെസ്റ്റ് ബെൽഗാവിയിലോട്ടുള്ള വണ്ടിയാണത്. പിന്നെ ഇതാക്കണ ഗിർക്കന്തിൻ്റെ ഒരു വോൾവോ BI8R, പിന്നെ 2 സ്കാനിയ ബൈആക്സിൽ വൈറ്റ് വണ്ടികളാണ് കാണിച്ചിട്ടോ. ഇവർക്ക് കേരളത്തിലോട്ട് വരികയാണെങ്കിൽ വലിയ പെയിൻറ്റിങ് മാറ്റം നടത്തണമെന്നില്ല എന്നുണ്ടോ, ഫുള്ള് വൈറ്റ് വണ്ടികളാണ്. എന്നുവെച്ചാൽ ഇത് കോൺട്രാക്ട് കാരേജ് ബേസിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബസ് ഇവിടെ വന്നിട്ടില്ല, ബസ് പഞ്ചിമിലാണ് പാർക്കിങ്. അപ്പോൾ കഴിഞ്ഞ അങ്ങോട്ട് വരും. ഞാൻ ഈ ബസ് കാണിച്ചിട്ട് വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ. സ്കാനിയ ബൈആക്സിൽ അധികം കാണാൻ പറ്റില്ല, പക്ഷേ മുംബൈ റൂട്ടിൽ ഇവർക്ക് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ, ഈ ഗിർക്കന്തിൻ്റെത്. പിന്നെ ഒരു ബൈആക്സിൽ വോൾവോ, പിന്നെ അപ്പുറത്ത് ഒരുപാട് ഇങ്ങനത്തെ ബസ്സുകളും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയിൽ നിന്ന് പഞ്ചിം, മഡ്ഗോൺ, അവിടുന്ന് കാർവാർ പോകും, അവിടുന്ന് യെല്ലാപ്പൂർ കാട്ട് കയറിയിട്ട് ഹുബ്ലിയിലോട്ട് പോകും, ഹുബ്ലിയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോകും കേട്ടോ. അതാണ് നമ്മളെ റൂട്ട്. അത്യാവശ്യം നല്ല ട്രാവൽ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. രാത്രി 8 മണിക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് അവിടെ എത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് 9 മണിയാണ് ബാംഗ്ലൂർ എത്തുക. ബാംഗ്ലൂരിൽ നിന്ന് എടുത്തതിൻ്റെ വൈകിട്ടാണ് നമ്മൾ അവിടുത്തെ. ഏകദേശം 20 മണിക്കൂറോളം ചെന്നൈയിലോട്ട് ട്രാവൽ ടൈം ഉണ്ട്. 1000 കിലോമീറ്ററാണ് നമ്മളെ ടോട്ടൽ ഡിസ്റ്റൻസ് കേട്ടോ. ഗോവ ടു ബാംഗ്ലൂർ ഡിസ്റ്റൻസ് വരുന്നത് 650 കിലോമീറ്ററിൻ്റെ അടുത്താണ് കേട്ടോ. ഒരു വോൾവോ B11 ആണ് കേട്ടോ. അശ്രയ് ബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഷിഫ്റ്റ് AC സ്ലീപ്പർ ബസ്സാണ് കേട്ടോ. ഗോവ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് കേട്ടോ. അത് സീബേർഡിൻ്റെ വേറെ ഒരു AC ദാമോദർ കോച്ച് ബിൽറ്റ് പുതിയ ബസ് വരുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു സ്ലീപ്പർ ബസ് സീബേർഡ് ടൂറിസ്റ്റ് എടുക്കും. ഹംസഫർ ട്രാവൽസിൻ്റെ ഒരു സട്ട്ലജ് ബസ്സാട്ടോ വരുന്നത്, സട്ട്ലജ് സ്ലീപ്പർ. ഫ്രണ്ടിലെ ഗ്ലാസ് തൊട്ടിട്ട് ഒരു ബ്ലാക്ക് എന്തോ ഒരു ഷീറ്റ് ഇട്ട് മറച്ചു വെച്ചതാണ്. ഹംസഫർ ബസ്സാട്ടോ. ഇവരെ പെയിൻറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ പൗലോ ഹോളിഡേ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവർക്ക് ബാംഗ്ലൂരിലോട്ടൊക്കെ ഒരുപാട് സർവീസ് ഉണ്ട്. പിന്നെ അവിടെ വേറെ ഇതാക്കണ ഒരു പ്രകാശ് ക്യാപ്പല്ല എക്സിക്യൂട്ടീവ് സ്ലീപ്പർ എന്തോരം വണ്ടിയാണ് വരുന്നത് അറിയാം. നോക്കിയാൽ ലക്ഷ്മി എംബ്രസ്, പൗലോ ഹോളിഡേ, അവിടുന്ന് വേറെ ഒന്ന് ആക്കണമെന്നുണ്ട്. ഈ ഒരു ഇത് കണ്ടോ, ആ വോൾവോൻ്റെ പ്രകാശ് ബോഡി പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ആക്കണം. ഇത് വോൾവോൻ്റെ ലോഗോ വരെ അവർ അടിച്ചിറക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് വോൾവോ അല്ല, 100% ഉറപ്പാണ്. ഫ്രണ്ട് എഞ്ചിൻ വണ്ടിയാണ്, അതിൽ വോൾവോൻ്റെ ലോഗോ വരെ കയറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ. പണിക്കാർ എന്തായാലും കൊള്ളാം. ഫുള്ള് ഫേക്ക് കണ്ട മുംബൈ റൂട്ടിലുള്ളതാണ്. വോൾവോൻ്റെ ബോഡി അതേപോലെ ഫേക്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. ഈ റൂട്ടിൽ 11 സ്ലീപ്പർ ബസ്സുകൾ വളരെ കുറവാട്ടോ. ചുരുങ്ങിയ 1-2 മുംബൈ റൂട്ടിൽ ഓടുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് ഗോവയിൽ കാണാൻ കിട്ടാത്തൊരു ബസ്സാണ് 11. ഞാൻ ഈ ട്രാവൽസിൻ്റെ വണ്ടി ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അല്ല, നമ്മളെ ബസ് ഇതുവരെ വന്നിട്ടില്ല. സീബേർഡിൻ്റെ ഫ്ലീറ്റിലോട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. സീബേർഡിൻ്റെ വണ്ടികളൊക്കെ പഴയ വണ്ടികളാണ്, ഇത് മാത്രമേ പുതിയതുള്ളൂ കേട്ടോ. ദാമോദർ ബിൽഡ് വണ്ടിയാണ് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. ഫൈനലി നമുക്ക് പോകാനുള്ള ബസ് ഇത് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ സീബേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, സീബേർഡ് വോൾവോ B11 അവരെ ഈ ട്രാഫിക് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറ്റും. എനിക്കെന്തോ ഈ ബസ് വല്ലാണ്ട് ഇഷ്ടമാണ് കേട്ടോ. ഗോവ ടു ചെന്നൈ. എൻ്റെ ഫ്രണ്ടിലെ ബോർഡ് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ബസ് ഈ സൈഡിലോട്ട് പോകുമോ ഇങ്ങോട്ട് പോകുമെന്ന് അറിയില്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്നുണ്ട്. കൊള്ളാം. അയ്യോ, വൈറ്റ് കളറാണെങ്കിൽ ഈ വണ്ടി കാണാൻ വേറൊരു ലുക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ വണ്ടി എനിക്കിഷ്ടം. ഇതുകൊണ്ടാണ് ഞാൻ ഇവരെ സെക്കൻഡ് റൂട്ട് എത്ര പെട്ടെന്ന് തന്നെ ചെയ്യാൻ കാരണം. 2 മാസം മുമ്പാണ് നമ്മുടെ ചാനലിൽ
ഈ ഒരു സീബേർഡിൻ്റെ വണ്ടി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗോവയിലോട്ട് സർവീസ് എടുത്തുന്ന വൺ ഓഫ് ദ ഫ്യൂവസ്റ്റ് വോൾവോ B11R ബസ്സുകളിലൊന്നാണ് ഇത് എനിക്ക് തോന്നുന്നത് ഗോവ ടു ചെന്നൈ ഓടുന്ന വണ്ടികൾ വേറെ ഇല്ല. ഇവർക്ക് സീബേർഡിന് മാത്രമേ ഗോവ ടു ചെന്നൈ സർവീസ് ഉള്ളൂ. ഗോവ ടു ചെന്നൈ ട്രെയിനും സർവീസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം നല്ല പാസഞ്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ ഇതാക്കുന്ന seabirdtourist.com, പിന്നെ സീബേർഡ് B11R എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ സീബേർഡ് STC ടൂറിസ്റ്റ് സെൻറ്റർ, STC എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. പിന്നെ കിങ് സൈസ് ഏഷ്യാസ് ലോങ്ങസ്റ്റ് ബസ് കേട്ടോ. 15 മീറ്റർ ബസ് ഇറങ്ങുന്നതിന് മുമ്പ് ഇവരതിനും ഏഷ്യാസ് ലോങ്ങസ്റ്റ് ബസ് കേട്ടോ. അതായത് 14.5 മീറ്ററിൽ വോൾവോ ബസ് ഇറക്കിയ സമയത്ത് കിങ് സൈസ് ഇവരായിരുന്നു. ഇപ്പോഴാണ് 15 മീറ്റർ ബസ്സുകൾ വന്നത് കേട്ടോ. അപ്പം നമുക്ക് ബസ് കയറിയിട്ട് ക്രൂവിനൊക്കെ പച്ചപ്പെടാം. അപ്പം ഞാൻ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വോൾവോ B11Rൻ്റെ നമ്മളെ സെമി സ്ലീപ്പർ വണ്ടിൻ്റെ ക്യാബിന് വരുന്നത് കേട്ടോ. അണ്ണാണ് നമ്മളെ ഡ്രൈവറെ. പുള്ളിക്കാരൻ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഭയാണ് നമ്മളെന്ന ഡ്രൈവറെ. अन्ना आपका नाम क्या है? रघुनाथ किरण. किधर का रहने वाला है? किधर का रहने वाला है? घर किधर है? हमारा घर बेंगलोर में अंकोनेश्वर नगर है ना. ഓക്കെ ഓക്കെ. അപ്പോൾ ബാംഗ്ലൂരാണ് അണ്ണൻ്റെ വീട് സംഭവങ്ങളൊക്കെ. सीबर्ड में कितना साल होगा? 5. वोल्वो कितना साल होगा ड्राइविंग? 5 साल. 9 साल होगा. 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെൽ എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സൊക്കെ ആണ് കേട്ടോ നമ്മൾ ഇതിൽ വരുന്നത്. അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്. സ്റ്റീരിംഗ് വീൽമേൽ വരെ ഈ നെറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. വണ്ടി 13,63,726 കിലോമീറ്ററാണ് ഓടിയത്. ന്യൂട്രൽ ഗിയറിലാണ്. വോൾവോ ഐഷിഫ്റ്റ് B11R ഐഷിഫ്റ്റ് 12 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുള്ള വണ്ടിയാണുണ്ടോ. വണ്ടിയിൽ ഈ സൈഡിൽ ലെഫ്റ്റ് കാണുന്നത് ഇതാണ് ഇതിൻ്റെ RPM മീറ്റർ, റൈറ്റ് ഇതിൻ്റെ स्पीड मीटर, फ्यूल फुल टैंक ആണ്. പിന്നെ ആ സൈഡിൽ जी ये राइट साइड में क्या है? ये वाला हाँ ये वाला എയർ ഓ ബലൂൺ. ഇതിന്റെ സസ്പെൻഷനിലെ എയറിന്റെ ഇത് സംഭവമാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് में ये क्या है? ടെർബോമീറ്റർ. ഇതിന്റെ ടെർബോമീറ്റർ കാര്യങ്ങളാണ് വരുന്നത്. ഇത് എഞ്ചിൻ ഹീറ്റ്. ഓക്കെ. ലൈറ്റ് അഡ്ജസ്റ്റിംഗ് ഇത് ഇതിന്റെ ക്യാമറ വ്യൂ, റിവേഴ്സ് ക്യാമറ. ये वाला पूरा लाइट का ലൈറ്റിൻ്റെ ഇത് AC-ൻ്റെ സംഭവങ്ങളും കാര്യങ്ങളാണ് കേട്ടോ. AC 22 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഡോറിൻ്റെ ഓപ്പറേറ്റിംഗ് സംഭവം. ആ സൈഡിലുള്ളത് സസ്പെൻഷൻ റേസ് ചെയ്യുന്നതും താഴ്ത്തുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ. വോൾവോൻ്റെ സ്റ്റിയറിംഗ് വീൽ ആക്ഷൻ അങ്ങനെയുണ്ടോ. എത്ര സിമ്പിൾ, കാർ എടുക്കുന്ന മാതിരിയാണ് കേട്ടോ ഇത്. പുള്ളിക്കാരൻ അവിടെ പാർക്ക് ചെയ്താണ്. ഈ ഗിയർ ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓടിക്കാം, മാനുവലി ഓടിക്കാം കേട്ടോ. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് പറയണ ഒരുപാട് പറയാനുണ്ട്. ഇതിൻ്റെ ഗിയർ ബോക്സ് ഒരു സംഭവം തന്നെയാണ്. പാർക്ക് ചെയ്തതിൻ്റെ പുറത്തുനിന്നുള്ളൊരു വീഡിയോ കൂടി ഉണ്ടായിരുന്നു. പൊടിയായത് സ്കില്ലാണത്. വണ്ടി ഈ ഒരു സ്ഥലത്ത് നിന്നാണ് 14.5 മീറ്റർ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടി ഈ ഒരു പൊസിഷനിൽ വണ്ടി വെച്ച് നമ്മൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. ഇവിടുന്ന് വണ്ടി തിരിച്ച് ഇങ്ങനെ പാർക്ക് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതിൻ്റെ സ്റ്റിയറിംഗ് ആക്ഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ.
അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര സ്കിൽഡ് ഡ്രൈവർ തന്നെയാണെന്നുള്ള മനസ്സിലാണ്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് 14.5 മീറ്റർ വണ്ടിയാണ് പുള്ളിക്കാരൻ തിരിച്ചെടുത്തത്. കൊള്ളാം. പകല് വണ്ടിയാണൊന്ന് നല്ല വൃത്തിയായിട്ട് കാണിച്ചു കേട്ടോ. അയ്യോ ഏജാതി ലൈറ്റ് കൊള്ളാം, പൊളി. ഞാൻ വീഡിയോ എടുക്കുന്ന നേരം ലൈറ്റൊക്കെ വന്നിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി എന്നാ ലുക്ക് അറിയാം. വെള്ള കളർ പെയിന്റിൽ ഇത്ര അടിപൊളിയായിട്ട് വോൾവോ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത്. ഇവരെ വണ്ടി കേരളത്തിലോടെ ഇവർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണമെന്നില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഓടാട്ടോ. പുള്ളിക്കാരൻ അടിപൊളി ഡ്രൈവറാണ്, നല്ല സപ്പോർട്ടിങ് ആണ്. സംഭവങ്ങളെല്ലാം പറഞ്ഞൊന്ന് മനസ്സിലാക്കി തരും.
रुक रहा है खाली खाना खाने के लिए. നമ്മൾ എക്സാക്റ്റ് 12 മണി നേരം നമ്മളിവിടെ ഡിന്നർ കഴിക്കാൻ നിർത്തിയിട്ടോ. എല്ലാപ്പോഴും റൂട്ടിലോട്ട് കയറിയിട്ടേ ഉള്ളൂ കേട്ടോ. ഗോവ ബോർഡറിലുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അപ്പം ഈ ബസ്സുകളിലൊക്കെ മദ്യം കൊണ്ടുവരുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത്. കാരണം ഗോവയിലുള്ള ടാക്സ് വ്യത്യാസം അറിയാലോ, കർണാടകയും ഗോവയായിട്ടുള്ള ഈ മദ്യത്തിനുള്ള ടാക്സ് വ്യത്യാസം. അതുകൊണ്ടാണ് ഇവർ ഫുള്ള് ഈ ബോർഡറിൽ ഫുള്ള് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെയാണ് നമ്മളെ ഫുഡ് കഴിക്കാൻ നിർത്തിയ ഹോട്ടൽ തറങ് എന്ന് പറഞ്ഞുള്ള ഒരു ഹോട്ടലിലാണ് നിർത്തിയത്. കൊള്ളാം എന്തായാലും. അത്യാവശ്യം ഒരു ഡീസൻറ്റ് ഹോട്ടലായിരുന്നു കേട്ടോ. ഇവിടെ സീബേർഡിൻ്റെ മറ്റേ വണ്ടി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഗോവയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് ഡിപ്പാർട്ട് ചെയ്യുന്ന വണ്ടികളാണ് ഈ സീബേർഡിൻ്റെ ഈ 2 വണ്ടി കേട്ടോ. പിന്നെ വേറെ ബസ്സുകളൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഉണ്ടാവുക. ഹോട്ടൽ തറങ് കുഴപ്പമില്ല. ഫുഡ് ഞാൻ ക്രൂവിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അധികം കാണിക്കാത്തത് കേട്ടോ. ഫുഡ് ഇതിൽ ഇൻവോൾവ് ചെയ്യാതെ. കാരണം ഇതാണ്ട് നമ്മളെ വണ്ടി ഫുള്ള് സസ്പെൻഷൻ താഴ്ത്തി വെച്ച പൊസിഷനിലിരിക്കുന്ന ഗ്യാരി തട്ടിലാണുള്ളതിലാണ്. സീബേർഡ് ടൂറിസ്റ്റ് ഗോവ ടു ചെന്നൈ വിയ ബാംഗ്ലൂർ. ബാക്കിൽ ബോർഡ് ഓടുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ 2 സൈഡിൽ ഇവർ ഒരേപോലെ തന്നെയാണ് കേട്ടോ. വണ്ടി നല്ല വൃത്തിയുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഓടിയിട്ടുണ്ട്, 13 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വോൾവോനെ സംബന്ധിച്ചിടത്തോളം 13 ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു കിലോമീറ്റർ അല്ല. 18ഉം 20ഉം 25 ലക്ഷം കിലോമീറ്റർ ഓടിയ വോൾവോ വണ്ടികളൊക്കെ നമ്മളിവിടെ ഓടുന്നുണ്ട്. ഇത് നമ്പർ NL01B2650 ആണ് കേട്ടോ. നാഗാലാൻഡ് രജിസ്ട്രേഷനാണ്. ഇവരുടെ വണ്ടികൾ അധികവും NL രജിസ്റ്റർ ചെയ്തതാണ് കേട്ടോ. बैठो क्यों खड़ा है, बैठो नहीं सोएगा भी जाके. थोड़ा काया ना, थोड़ा उतरने दो नीचे. ठीक है ठीक है. कल मुंबई जाना क्या? शिरडी जाता है. शिरडी से आता है ना वो गाड़ी मुंबई.
मुंबई गाड़ी हाँ हाँ
ആ അപ്പൊ നമ്മള് സമയം രാവിലെ 9:30 ആയപ്പോ സീബേർഡിന്റെ ഓഫീസിൽ ബാംഗ്ലൂർ ആനന്ദറാവ് സർക്കിളിൽ എത്തിട്ടോ. ഇനി ഈ വണ്ടി ശരിക്ക് ചെന്നൈ ഗോവ ആണ് ഇവരെ ഷെഡ്യൂൾ എങ്കിലും ഈ വണ്ടി ഗോവയിലോട്ട് പോലട്ടോ. ഇവര് പല സമയത്ത് പല പോലെയാണ് ഇവര് ചെയ്യുന്നത്. ചിലപ്പോ ഈ വണ്ടി ഗോവയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാതെ പോകും. ഇന്ന് ഇവര് സ്വാപ്പ് ചെയ്തിട്ടാട്ടോ പോകുന്നത്.
അതുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര ഇവിടെ ബാംഗ്ലൂർ അവസാനിപ്പിച്ചിട്ടോ. കാരണം വണ്ടി മാറിയാൽ പിന്നെ ആ ഒരു ലോങ് ട്രിപ്പിൻ്റെ ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെന്നൈയിലോട്ടുള്ള വണ്ടിയിലുള്ള പാസഞ്ചേഴ്സിനെ ഇവർ മാറ്റിയിട്ട് അടുത്ത ചെന്നൈ വണ്ടിയിൽ കയറ്റിയിട്ട് അവരങ്ങോട്ട് വിടുകയായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വരെയാണ് ഇന്നത്തെ യാത്ര ചെയ്യുന്നതല്ലോ. ബസ് ഇവിടുന്ന് പോയിട്ടോ, അവർ ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തു. നല്ലൊരു കിടിലൻ സർവീസ് ഉണ്ടായിരുന്നുണ്ട്. അവർ അധികം മോശം പറയാനൊന്നുമില്ല. പിന്നെ വീഡിയോ കാണേണ്ട നിങ്ങൾക്ക് കുറച്ച് തോന്നിയിട്ടുണ്ടാവും, കുറച്ച് സ്പീഡ് കാര്യങ്ങളൊക്കെ. അത് ഓൺ ടൈം എത്തണമെങ്കിൽ അങ്ങനെ വരണം കേട്ടോ. ആ ഹൈവേയിൽ അത്ര ലിമിറ്റ് ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് അവരിങ്ങനെ പറന്ന് വന്ന പോലെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ റൂമിലെത്തിയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെന്നൈയിലോട്ട് പോയിട്ടില്ല, ബാംഗ്ലൂർ നിന്നതാണ്. കാരണം അവർ വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് സ്വാപ്പ് ചെയ്തിട്ടോ. ചില സമയത്തൊക്കെ അവർ ഈ ഗോവയിൽ നിന്ന് വരുന്ന വണ്ടി നേരെ ചെന്നൈയിലോട്ട് പോട്ടോ. പക്ഷെ ബുക്കിങ്ങിൽ ഡയറക്റ്റ് ആണ് കാണിക്കട്ടോ. 1600 രൂപയാണ് ഡയറക്റ്റ് ഫെയർ ചെന്നൈയിലോട്ട് ഡയറക്റ്റ് എടുക്കുന്ന സമയത്ത്. ഇനി അത് 1600 ഓൺവേർഡ്സ് ആണ് കേട്ടോ. ചില സമയത്ത് അതിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ ഗോവയിൽ നിന്ന് ബാംഗ്ലൂർ വരെ വരികയാണെങ്കിൽ എനിക്ക് 114 രൂപയൊക്കെ ആയിരുന്നു കിട്ടിയത്. കുറച്ച് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 800 രൂപയൊക്കെ തൊട്ടാണ് ഫെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വീക്കെൻഡിലൊക്കെ 1200 വരെ 1300 വരെ ഒക്കെ പോകുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൺ ടൈം എത്തിയിട്ട് 20 മിനിറ്റ് മാത്രമേ മാറ്റുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടീൻ്റെ ആ സ്പീഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഓൺ ടൈം എത്തണമെങ്കിൽ അങ്ങനെ വരണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലത്തെ ഇനിയും കിട്ടുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരാനുണ്ട്. അപ്പോൾ JSRന്റെ വീഡിയോ ഒക്കെയാണ് അടുത്ത് വരാൻ പോകുന്നത്. പിന്നെ കുറച്ച് ട്രെയിനിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ട്രെയിൻ വീഡിയോസ് ഒന്നും വ്യൂസ് ഒന്നും ഇല്ല, എന്നാലും ഞാൻ ആ ട്രെയിൻ വീഡിയോ ഒക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ട്രെയിൻ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ ഫ്രം ബാംഗ്ലൂരു.